നമ്മുടെ ഉണ്ണിയപ്പ പായസം സെർവ് ചെയ്യാണ് കേട്ടോ. കണ്ട മണി ഓരോ കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം കണ്ട. ലോകത്തിൽ വെച്ച് കുഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ഞാനായിരിക്കും കേട്ടോ. കണ്ട മച്ചാ, ലോകത്തിലെ എല്ലാ മലയാളികൾക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം, ഓണാശംസകൾ. അപ്പോൾ എൻ്റെ ഒരു റെസിപ്പിയാണ് ഈ പ്രാവശ്യം ഓണത്തിന് എൻ്റെ റെസിപ്പി പറഞ്ഞാൽ ഉണ്ണിയപ്പം കൊണ്ടൊരു പായസം. ആരും ചെയ്തിട്ടുണ്ടാവില്ല ഈ റെസിപ്പി. കണ്ട ചെറിയ ലോകത്തിലെ ഏറ്റവും ചെറിയ ഉണ്ണിയപ്പം എന്ന് പറയാട്ടാ. അതുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ പായസം ഞാൻ എൻ്റെ മലയാളികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ലോകമെമ്പാടുമുള്ള എൻ്റെ മലയാളി പ്രേക്ഷകർക്ക് ഓണാശംസകളോടുകൂടി ഷബാനാസ് കിച്ചന്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പ പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ണിയപ്പം കണ്ട, കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം കണ്ടതിൽ കാണണ്ട. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. അപ്പോൾ ഇനി എന്താ പറയാനുള്ളത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിന്റെ ഫീഡ്ബാക്ക് പറയുക. അതായത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കേരള ഓണ സ്പെഷ്യൽ പായസമാണ്. മച്ചാ, നമ്മൾ ഒറ്റ ഗ്ലാസ് അരിയിലാണ് കാണിക്കുന്നത് കേട്ടോ. 4 പേർക്ക് മതി എന്ന അളവിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒറ്റ ഗ്ലാസ്സിൽ എത്ര ഗ്ലാസ് പായസം കിട്ടും നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൾക്കാരനുസരിച്ച് അളവുകൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ അരിയുടെ ക്വാളിറ്റി കണ്ടില്ലേ, നല്ല ഫസ്റ്റ് ക്വാളിറ്റി അരി എടുക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുടെ അതേ കൂട്ടിലാണല്ലോ നമ്മൾ പായസം വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് അല്ല, ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഒരു 6 മണിക്കൂർ 4 മണിക്കൂറൊക്കെ കുതിർത്തി വയ്ക്കണം. ഇത് നമുക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ മതി കേട്ടോ. അധികം പുളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിന് നമ്മൾ എടുക്കുന്ന ശർക്കര, ഒരു ഉണ്ട ശർക്കര 1/2 കിലോ വരും കേട്ടോ. അതെങ്ങനെയായാലും ഈ ഒരു ഉണ്ട ശർക്കര 1/2 കിലോയിലും കുറച്ച് കൂടുള്ളൂ. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. പൊട്ടിച്ചൊക്കെ ഇടാം. അതിപ്പോൾ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിക്കായി കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് കാച്ചിയെടുക്കാം. പിന്നെ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ വരുമല്ലോ, അതുകൊണ്ട് തിക്കായിട്ട് തന്നെ കാച്ചിയെടുക്കണം കേട്ടോ. ശർക്കര ഗ്ലാസ്സിന് നമുക്ക് 1/2 കിലോ ശർക്കര മതി. നിങ്ങൾക്ക് ഉണ്ട ശർക്കര ഇല്ലെങ്കിൽ അച്ചുവെള്ളം എടുക്കുക. പക്ഷേ നമുക്ക് ഇത്തിരി ഡാർക്ക് ഇങ്ങനെ കറുത്ത ശർക്കര എന്ന് പറയൂലേ, ആ രീതിയിലുള്ള ശർക്കര എടുക്കുക കേട്ടോ. വെള്ള ശർക്കര എടുക്കണ്ട. അപ്പോൾ ആ രീതിയിൽ എടുത്താൽ മതി 1/2 കിലോ. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാമല്ലോ, ബാക്കി വന്നാലും. ഇതിനൊരു മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ശർക്കരപ്പാനി നമ്മൾ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ മച്ചാ. അതേപോലെ പിന്നെ ഈ ഉണ്ട ശർക്കരയ്ക്ക് പ്രത്യേക ഒരു മധുരമാണ്. മധുരം കൂടുതലാണ്. അപ്പോൾ നമ്മൾ കാച്ചെടുത്ത് അരിച്ചിനി ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചരി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മച്ചാ ഈ പച്ചരി നമ്മൾ കുതിർത്തിട്ടുണ്ടല്ലോ, അത് അരച്ചെടുക്കണം. പച്ചരിയുടെ കളറും ഭംഗി കണ്ടില്ലേ. പിന്നെ കാരണം നല്ല ക്വാളിറ്റി ബേസിലുള്ള പച്ചരിയാണ് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസുകൾ ചേർത്തും അതേ കൂട്ട് വെച്ചിട്ട് നമ്മൾ ഡ്രോപ്സ് ആയിട്ട് എടുത്തതിന് ശേഷം അത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ അടപ്രഥമൻ്റെ ഒക്കെ ഒരു ടെസ്റ്ററിങ് വരും. നല്ലൊരു ടേസ്റ്റാണ്. ചെയ്ത് നോക്ക് എന്തായാലും. അപ്പോൾ നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചരി നിൽക്കട്ടാ. പച്ചരി കുതിർത്തി വെച്ച പച്ചരി കുതിർത്തി വെച്ച പച്ചരി നമ്മൾ ഇതിലേക്ക് 2 മണിക്കൂർ കുതിർത്തി വെച്ചു കേട്ടോ. ഇനി നമ്മൾ അതാണ് അരച്ചെടുക്കാൻ പോണത്. പിന്നെ നമ്മൾ ഇത് അരച്ചതിന് ശേഷം നമുക്കൊരു ഉണ്ണിയപ്പത്തിനൊക്കെ അതേപോലെ 4 മണിക്കൂർ കുതിർത്തണം, 3 മണിക്കൂർ ഫെർമെൻറ്റേഷന് വെക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടറിയോ, നമുക്ക് 2 മണിക്കൂർ മതി. എന്തുകൊണ്ട് കൂടുതൽ ഫെർമെൻറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണ കുടിക്കും. എണ്ണ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക പായസത്തിന്. അപ്പോൾ മച്ച പാളയംകുടം പഴട്ടോ 1 ഇടണുള്ളൂ കേട്ടോ. ചെറുപഴം. അപ്പോൾ ഒരു ചെറുപഴം ഉണ്ണിയപ്പത്തിന് ഇടണല്ലോ. അപ്പോൾ അതിട്ടു.
5 ഏലക്ക ഇട്ടു. ഇതേ 5 ഏലക്ക ഇട്ടു. ഉണ്ണിയപ്പത്തിന് അതേ എന്താ പറയാ 5 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മച്ചാ. പിന്നെ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് അരിച്ചൊഴിക്കണം. അരിച്ചൊഴിക്കുക. കല്ലൊന്നും ഇല്ല, അടിയിൽ പോയിട്ടുണ്ടോ, കല്ലൊന്നും ഉണ്ടാവില്ലുണ്ടോ ശർക്കര. കണ്ട അത്രയും ക്ലിയറാണ്, കണ്ട ക്ലിയറാണ്. എന്നാൽ നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ തിക്കായിട്ടുള്ള ശർക്കരപ്പാനി നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇത് ഒറ്റിച്ചെടുക്കേണ്ടതാണ് നമുക്ക്. ഡ്രോപ്സ് ആയിട്ടേ നമ്മൾ ഇത് അരച്ചെടുക്കാം കേട്ടോ. മച്ചാ അപ്പോൾ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ അതിനെ അരക്കില്ല, അങ്ങനെ ആ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. തരിയില്ല എന്നാൽ നല്ല നൈസല്ല, ആ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ അരച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒരു പപ്പടക്കോൽ, നല്ല കനമുള്ളൊരു പപ്പടക്കോൽ എടുത്തിട്ട് ഇതേപോലെ ഹോളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളിൽ കൂടെയാണ് നമ്മൾ ലഡുവിനൊക്കെ ചെയ്യണ പോലെ ഈ മാവിന് നമുക്ക് പിന്നെ ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കണം. നമ്മൾ അരച്ചുണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ ടെക്സ്ചറിങ് ഇതേപോലെ ആയിരിക്കണം. ലൂസാവാൻ പാടില്ല, തിക്കായാലും കുഴപ്പമില്ല, ലൂസാവാൻ പാടില്ല. പ്രത്യേകം പറയണം, കാരണം നമുക്ക് ഈ ഹോളിൽ കൂടെ ലൂസായി കഴിഞ്ഞാൽ വേഗം ഡ്രോപ്സായി പോകാൻ പാടില്ല. അഥവാ നമുക്ക് കുറച്ച് തിക്കായാലും ലൂസാക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെടുത്തു കേട്ടോ. അതൊരു 2 മണിക്കൂർ നമുക്ക് ഒരു ഫെർമെൻറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് മാറ്റി വയ്ക്കുക, ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ. നമ്മൾ മിക്സി കഴുകണമെന്നില്ല കേട്ടോ. അതേ മിക്സിയിലേക്ക് തന്നെ നമ്മൾ തേങ്ങ ചുരകിതിട്ട് കൊടുക്കണം. എന്തുകൊണ്ട് കഴുകാതിരിക്കണം അറിയാം മച്ചാ, നമുക്ക് ഇതുണ്ടാക്കി വരുമ്പോൾ ആ ഒരു കുറുകുറുപ്പിന്, പായസത്തിനൊരു കുറുകുറുപ്പ് വേണമല്ലോ. അപ്പോൾ നമുക്ക് ഈ അരച്ചരിപ്പൊടി എന്തൊക്കെ വരുമ്പോൾ ഒരു കുറുകുറുപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 5 ഏലക്ക ഇടുന്നു, തേങ്ങ ചുരകിതിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ തേങ്ങ ചുരകിതിട്ട് കൊടുക്കുന്നു. പിന്നെ 1-ാം പാല് 2-ാം പാലൊന്നും ഇല്ല, നമ്മൾ തിക്കായിട്ട് അരച്ചെടുക്കുക. നമുക്കറിയാമല്ലോ ഒരു പായസത്തിന് എത്ര തിക്ക് വേണമെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അരച്ചെടുത്താൽ മതി കേട്ടോ. പക്ഷെ ഇതിൽ നമ്മൾ വെള്ളമല്ല കേട്ടോ ഒഴിക്കണത്, പാനിയാണ് ഒഴിക്കണത് കേട്ടോ. പാനിയാണ് ഒഴിക്കണത്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ മധുരം കുറഞ്ഞാലോ. അപ്പോൾ പാനിയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, അരിച്ചെടുക്കണം. ഒന്നുമില്ല, എന്നാലും പാനി ഒഴിച്ചു മച്ചാ. നമ്മൾ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഫസ്റ്റ് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ അടിച്ചെടുത്തല്ലോ, വേണമെങ്കിൽ പിന്നെ 2ാമത്തെ ട്രിപ്പ് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ പാനിയുടെ ഒരു മധുരം അതിലുണ്ടാവുമല്ലോ, അതും കൂടി അടിച്ച് ഒറ്റ പാലും 1-ാം പാലും 2-ാം പാലൊന്നുമില്ല. ഈ പാൽ നമ്മൾ അധികം തിളപ്പിക്കാനും പാടില്ല, പിരിയാത്ത രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ നോക്കാം മച്ചാ. ഉണ്ണിയപ്പം അത് മച്ചാൻ്റെ അടുത്ത് മച്ചാൻ പറിച്ച് ലോകത്തിലെ ഏറ്റവും ചെറിയ ഉണ്ണിയപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഉണ്ണിയപ്പം വെച്ചിട്ട് റെസിപ്പി വെച്ചിട്ട് അതേ റെസിപ്പി പിന്നെ നിങ്ങൾക്ക് ഈ ഓണത്തിന് ഇത് ചെയ്തിരിക്കണം. ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ മച്ച പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രോപ്സ് ഗ്യാപ്പായിട്ട് വീഴണല്ലോ. അപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. അതെ, ഓയിൽ ചൂടായിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, പക്ഷെ ലോ ഫ്ലെയിമിൽ നമ്മൾ ഈ ഡ്രോപ്സുകൾ ആക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെച്ചെടുത്താൽ മതി. നല്ല ഡ്രോപ്സ് ആയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ പ്രത്യേകം പറയുന്നുണ്ട്, പിന്നെ ക്ഷമയോടെ ചെയ്യേണ്ടതാണ് നമുക്ക്. അപ്പം മച്ചാ, നമ്മൾ ചുട്ടെടുക്കണ സമയത്തേ മാവുണ്ട കുത്തിയ പോലെ കിട്ടും. അപ്പം നിങ്ങൾ ഒരിക്കലും മനസ്സ് വിടണ്ട. അങ്ങനെ കിട്ടിയാലും നമ്മൾ അത് അങ്ങനെ കിട്ടുള്ളൂ. കാരണം നമുക്ക് എളുപ്പമെല്ലാം നടക്കില്ലല്ലോ. അപ്പൊ നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുക. ഓരോ മണി
നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ ഉടച്ചെടുക്കണ സമയത്ത് കണ്ട ഒറ്റയായി കിടക്കണണ്ട കണ്ട അത് ഉണങ്ങി കഴിയുമ്പോൾ അടപ്രഥമൻ്റെ ഒക്കെ ഒരു ടെസ്റ്റിങ് വരും. അപ്പം പിന്നെ നമുക്ക് ഒറ്റയായി കിടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയാൻ വന്നത് അതല്ല ഒറ്റയായി കിടക്കുക അത് പോയിട്ടാ. അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് അതല്ല നമ്മൾ ഉദ്ദേശിച്ചത് നമ്മള് മറ്റേ എന്താ ഉരുട്ടി എടുത്തില്ല എന്താ സാധനം ബൂന്തി ഉരുട്ടി എടുക്കണത് ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുത്തിട്ട് പായസം ഉണ്ടാക്കി എന്താ കിട്ടില്ല. അപ്പൊ ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിം താഴേക്കൊന്നും കാണിക്കണ്ട. അങ്ങനെ അത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുത്തത് പാല് കാണിക്കും വെച്ചാ ഇത് പാലും കുറച്ച് കട്ടിയുണ്ട് കണ്ട അതെടുത്ത് ഇതിലൊഴിച്ചു. അപ്പോൾ ഒഴിച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ടും വെച്ചാ. ഇനി നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിക്കുന്ന മുമ്പ് നമ്മളിത് ഇങ്ങനെ ഓരോന്നായിട്ട് കുഞ്ഞുണ്ണിയപ്പത്തിന് ഇട്ട് കൊടുക്കുക. നല്ല റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് ഞാനാ ചെയ്യുന്നത് ഇട്ടും വെച്ചാ. എന്നിട്ടെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എല്ലാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ മക്കളിനെ അനക്കാതെ പിടിച്ചോട്ടോ. എല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തു. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിക്കാൻ വിടരുത് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ തള വന്നു കഴിഞ്ഞ് പക്ഷെ തിളപ്പിക്കരുത്. ഇങ്ങനെ വെട്ടി തിളപ്പിക്കാൻ വിടണ്ട. ചെറുതായിട്ട് നമ്മൾ ഇത്തിരി വെക്കച്ചൂടിൻ്റെ ഇത് പറഞ്ഞാൽ നമ്മൾ ഇതുണ്ടല്ലോ എന്താ പറയുക അരിപ്പൊടിയുടെ ഒരു ഇതൊക്കെ ടെസ്റ്റിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാവട്ടെ കേട്ടോ. കുഞ്ഞുണ്ണിയപ്പം പായസം തിന്നാൻ പറ്റും. അതായത് പായസത്തിന്റെ കൂട്ടാണത് പ്രത്യേകം നമ്മൾ കണ്ട. അപ്പൊ നമ്മൾ വെട്ടി തിളപ്പിക്കാൻ പാടില്ല. സിമ്മിൽ വെച്ചിട്ടൊന്ന് കുറുകട്ടെ. കണ്ട കുറുകി വന്നിട്ടുണ്ട്. കണ്ട കുറുക്കം വന്നിട്ടുണ്ട്. അരിയുടെ ഇതൊക്കെ അംശങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അടപ്രഥമരി ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട പെട്ടെന്ന് ആവുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കുക. ഞാൻ ഉണ്ട ശർക്കര ഉണ്ട്. നല്ല മധുരമുണ്ട്. പായസത്തിന് മധുരം വേണം. പക്ഷെ അത്ര മധുരം എന്നാണ് അർത്ഥം. അപ്പൊ നെയ്യ് ഒഴിച്ചു കേട്ടാ കുറച്ച്. പിന്നെ ഉണ്ണിയപ്പത്തിന് നമുക്ക് എന്ത് വേണം മസ്റ്റായിട്ട് തേങ്ങാക്കൊത്ത്. അപ്പൊ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. അപ്പൊ ഒന്ന് ലോ ഫ്ലെയിമിൽ വന്നിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്ത് കളറാവണം? ഒരു ബ്രൗൺ കളറാവണം. അപ്പോൾ തേങ്ങാക്കൊത്ത് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് അത്ര മതി. ഡാർക്ക് ബ്രൗൺ വേണ്ട. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റല്ല ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്താ പറയുക ഉറക്കം വരുന്നേ. നിങ്ങൾക്ക് വേണ്ടി നല്ല റെസിപ്പി ഓണല്ലേ വരുന്നത്. പരീക്ഷിക്കാലോ. പെട്ടെന്ന് മക്കൾക്ക് ഇഷ്ടപ്പെടുന്നതും ഉണ്ണിയപ്പം കഴിക്കാത്തവരും. അപ്പോൾ നമ്മളെ ആ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും തിക്ക് വരുമെന്ന്. തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ വാവ് സൂപ്പർ പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്തു. സൂപ്പർ ഉണ്ണിയപ്പം പായസം കൊണ്ടൊരു പായസം. മച്ചാ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണാശംസകൾ. അപ്പോൾ എൻ്റെ ഒരു റെസിപ്പിയാണ് ഈ പ്രാവശ്യം ഓണത്തിന് എൻ്റെ റെസിപ്പി പറഞ്ഞാൽ ഉണ്ണിയപ്പം കൊണ്ടൊരു പായസം. ആരും ചെയ്തിട്ടുണ്ടാവില്ല ഈ റെസിപ്പി. കണ്ട ചെറിയ ലോകത്തിലെ ഏറ്റവും ചെറിയ ഉണ്ണിയപ്പം എന്ന് പറയാം കേട്ടോ. അതുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ പായസം ഞാൻ എൻ്റെ മലയാളികൾക്ക് വേണ്ടി
ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ലോകമെമ്പാടുമുള്ള എൻ്റെ മലയാളി പ്രേക്ഷകർക്ക് ഓണാശംസകളോടുകൂടി ഷബാനാസ് കിച്ചന്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പ പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ണിയപ്പം കണ്ട, കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം കണ്ടതിൽ കാണണ്ട. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. അപ്പോൾ ഇനി എന്താ പറയാനുള്ളത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിന്റെ ഫീഡ്ബാക്ക് പറയുക. അതായത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കേരള ഓണ സ്പെഷ്യൽ പായസമാണ്.